ഈ ഒരു സീസ് ഫയർ വേണ്ടായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും ഇതേ കാര്യം. ഈ ഒരു സീസ് ഫയറിന് ഇറാൻ നിൽക്കണ്ടായിരുന്നു, ഇസ്രായേലിനെ അടിച്ചു തകർത്താൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നും. പറഞ്ഞു വരുന്നത് ഗാസയുടെ കാര്യമാണ്. എല്ലാവരും ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള യുദ്ധത്തെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലികൾ നെതന്യാഹു ഗാസയിലെ ജനതയോട് ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ കണക്കുകൾ, റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 40 ദിവസം ഗാസയോട് എന്താണ് നെതന്യാഹു ചെയ്തിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ നെതന്യാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ സീസ് ഫയർ എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ഇനിയും ഇറാനെ അടിക്കുമെന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതും നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ 40 ദിവസം ഇറാന്റെ ഈ വാറിൽ 40 ദിവസം ഗാസയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നോക്കാം. 40 ദിവസത്തിലെ ഈ വാറിൽ 36 ദിവസം ഇസ്രായേലി ഗാസയിൽ ബോംബിട്ടിട്ടുണ്ട്. അതായത് മാർച്ച് 3, 4, 6, 7 അങ്ങനെ മുതൽ ഏപ്രിൽ 8-ാം തീയതി വരെ ഇവർ ഗാസയിൽ ബോംബിട്ടിട്ടുണ്ട് ഇസ്രായേലികൾ. ഇതിൽ പറയുന്നത് ഈ ഒരു ബോംബിങ്ങിൽ 107 ആളോളം മരണപ്പെട്ടിട്ടുണ്ടാവും. ഏകദേശമാണ് 107 ആള് എന്തായാലും മരണപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ 342 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. നമുക്കറിയാം 6 മാസം മുൻപാണ് ഗാസ സീസ് ഫയർ നടന്നിട്ടുള്ളത്. ആ സീസ് ഫയർ നടന്നതിന് ശേഷം ഇസ്രായേലികൾ കൊന്ന ഗാസയിലെ ജനങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 738 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2000-ൽ കൂടുതൽ ആളുകൾക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സീസ് ഫയറിന് ശേഷവും. അതുപോലെ all but 8% ഓഫ് മെഡിക്കൽ ഇവാക്യുവേഷൻസ് ബ്ലോക്ക്, മെഡിക്കൽ ഇവാക്യുവേഷൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇസ്രായേലുകൾ ഗാസയിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന എക്സ്ട്രീംലി ഇൽ പേഷ്യൻസ് ഉണ്ട്, അതായത് അത്രയും സീരിയസ് ആയിട്ട് വയ്യാതെ ആളുകൾ, അങ്ങനെയുള്ള 7800 പേരോളം ഉണ്ട്. അതിൽ 625 പേരെ മാത്രമേ ഇസ്രായേലികൾ പുറത്തേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നത് ആരാണ്? അതുപോലെ ഞാൻ പറഞ്ഞു ഈ സീസ് ഫയറിന് ശേഷം കൊല്ലപ്പെട്ട ആളുകൾ, അതായത് ഇസ്രായേലികൾ കൊന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അതുപോലെ ഇഞ്ചുറീസ് ആയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് ഇവരൊക്കെ ആയിട്ട് സീസ് ഫയറിന് ഇറാൻ നിൽക്കേണ്ടത്? ഇതുപോലെ സീസ് ഫയറിന് ഇട്ടതിന് ശേഷം പിന്നെയും അടിക്കില്ല എന്ന് ആര് കണ്ടു? പക്ഷെ അടിക്കുന്നത് ഇറാനെ ആയതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ടേ അടിക്കൂ. കാരണം തിരിച്ച് നല്ല ഏലിക്ക് നല്ല ഇപ്പൊ കിട്ടിയ പോലെ കിട്ടിയ കണക്കിന് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആലോചിച്ചിട്ടേ അവരത് ചെയ്യുകയുള്ളൂ. ഇനി ഓൺലി 20% ഓഫ് നീഡഡ് എയ്ഡ് അലൗഡ് ഇൻ ടു ഗാസ, ഗാസയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 20% മാത്രമാണ് വിട്ടിട്ടുള്ളത്. അതായത് ഇസ്രായേലി അലൗഡ് ഓൺലി 4999 ഓഫ് 23,400 ട്രക്സ് സപ്പോസ് ടു ബി എൻ്റർ ഗാസ ബിറ്റ്വീൻ, അതായത് ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 8 വരെ അതിന്റെ ഉള്ളിൽ ഗാസയിലേക്ക് ട്രക്സ്, അതായത് കെയറിന്റെ ട്രക്സ് എന്ന് പറയുന്നത് 23,400 ട്രക്സ് ഉള്ളിലേക്ക് കയറണം. എന്തിനു വേണ്ടി? നീഡഡ് എയ്ഡ്സിന് വേണ്ടി, അതായത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ അതിൽ 4,999, അതായത് 5000 ട്രക്സിനെയാണ്, 5000 വിട്ടിട്ടില്ല, ഒന്ന് കുറവാണ്, ട്രക്സിനെ മാത്രമാണ് ഇസ്രായേലികൾ അലൗ ചെയ്തിട്ടുള്ളൂ. അത്ര കൊണ്ടുപോയാൽ മതി എന്ന രീതിയിലാണ് ഇസ്രായേലികൾ. അവിടെയും ഇവർ കാണിക്കുന്നത് ക്രൂരതയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറ്റുമോ? പറ്റില്ല. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ പോലും ഈ പറയുന്ന ഇസ്രായേലികൾ സമ്മതിക്കുന്നില്ല. ഇനി നോക്കിയാൽ ഹാഫ് ഓഫ് ഗാസാസ് പോപ്പുലേഷൻ ഈസ് സ്റ്റിൽ ഇൻ ഫുഡ് ക്രൈസിസ് ഓഫ് 1.6 ബില്യൺ പീപ്പിൾ സർവൈവ്. 1.6 പീപ്പിൾ അവിടെ ഉണ്ട്. അതിൽ പകുതിയോളം പേര് ഫുഡ് ക്രൈസിസിലാണ്. അതിലുള്ള ഡീറ്റെയിൽസ് പറയുന്നത് ഫേസ് 5-ലുള്ള ആളുകൾ, അതായത് ഫെമൈൻ ഉള്ളത് 1885 പേരാണ്. അതേപോലെ ഫുഡ് എമർജൻസി ഫേസ് 4-ലുള്ള ആളുകൾ എന്ന് പറയുന്നത് 5,70,980 പേരാണ്. ഇനി ഫേസ് 3 ഫുഡ് ക്രൈസിസ്, അതിലുള്ളത് 10,25,790 പേരാണ്. ഓക്കെ, ഫുഡ് ക്രൈസിസിലുള്ളത്. ഇനി ഫേസ് 2-ൽ നോക്കിയാൽ ഫുഡ് ക്രൈസിസ് അതിലുള്ളത് ഫുഡ് സ്ട്രെസ് ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് ഫുഡ് സ്ട്രെസ് ആണ്. അതിലുള്ളത് 4,70,75,000 പേരാണ് ഫുഡ് സ്ട്രെസ്സിലുള്ളത്. നിങ്ങൾ നോക്കണം, ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഫുഡ് ക്രൈസിസിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ
എന്ന് പറയുന്ന അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് WHO കൂടി ഇതൊക്കെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ പലതും. അപ്പോൾ ലോകം മുഴുവൻ ഈ ഒരു യുദ്ധത്തെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ഗാസയിലെ ആളുകളെ വെറുതെ വിട്ടില്ല. അവർ ചെയ്യുന്ന ക്രൂരത തുടർന്നു കൊണ്ടേയിരുന്നു. സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടും ആളുകൾ കൊല്ലപ്പെടുന്നു, അവർ കൊല്ലുന്നു. അവിടെ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും അവിടെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിനു മുമ്പ് ഇതിന്റെ ന്യൂസസ് ഒക്കെ വന്നതാണ്. അതായത് ഗാസ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള അവിടെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ള ന്യൂസസ് ഒക്കെ ആദ്യമായി വന്നതാണ്. ഇവരാണ് ദൈവത്തിന്റെ വേണ്ട. ഇനി നെതന്യാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് പഴയ റിജീം, ഇറാനിലെ പഴയ റിജീമിനേക്കാളും കുറച്ചും കൂടിയും എക്സ്ട്രീമാണ് ഇപ്പോഴുള്ള പുതിയ റിജീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അയാൾ പറഞ്ഞു വരുന്നത് പണ്ടത്തെ ആളെക്കാളും കുറച്ചും കൂടിയും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീം ആണ് ഇപ്പോൾ ഉള്ള നേതാക്കൾ എന്ന രീതിയിലാണ് നെതന്യാഹു സംസാരിച്ചിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് അതാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ആദ്യത്തെ, അതായത് ഓൾഡ് റിജീം പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇവർ ഇസ്രായേലികൾ അവരെ അടിച്ചിട്ടുള്ളത്, അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും എക്സ്ട്രീം ആണ് ഇപ്പോൾ വന്നിട്ടുള്ള റിജീം അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ? ഇല്ല, ഇസ്രായേൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാട് തന്നെയാണ്. ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും പറയും അവർ ന്യൂക്ലിയർ എന്നും പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങി. ഈ ന്യൂക്ലിയറിന്റെ കഥ പറയാൻ തുടങ്ങിയിട്ട് 1990 മുതൽ നെതന്യാഹു പറഞ്ഞു നടക്കുന്ന കാര്യമാണ്. 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് ആവും എന്ന് പറഞ്ഞു 2026 1990 2020 ഇപ്പോഴാണ് അവർ അടിക്കുന്നത്. ഇതേ പേര് പറഞ്ഞിട്ട് ഇത്രയും വർഷം ഇവർ ഈ പേര് പറഞ്ഞിട്ട് തന്നെ നടന്നു. 2026 എല്ലാം കൊണ്ടും നെതന്യാഹുവിന് പ്രശ്നമായിരുന്നു. അപ്പോൾ കിട്ടിയ ചാൻസ് US-നെയും കൂട്ടി അങ്ങോട്ട് കയറി അടിച്ചു. പറഞ്ഞു വരുന്നത് 2 കാര്യമാണ് നെതന്യാഹുവിന് എതിരായിട്ടുള്ളത്. ഒന്ന്, ഇപ്പം വരാൻ പോകുന്ന ഇലക്ഷനും, അതുപോലെ നെതന്യാഹുവിന്റെ ട്രയലും. ആ ട്രയൽ നാളെ തുടങ്ങുന്നു. ഇനി പീസ് ടോക്കിന്റെ നെഗോസിയേഷൻ, പീസ് ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ പീസ് ടോക്കിന്റെ ആളുകളൊക്കെ, അതായത് US-ന്റെ റെപ്രസെന്റേറ്റീവ് ആവട്ടെ, അതുപോലെ ഇറാന്റെ റെപ്രസെന്റേറ്റീവ് ആവട്ടെ, അവരൊക്കെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ ഇതിന് മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 സൈഡും, US-ന്റെ സൈഡായിരുന്നാലും ശരി, ഇറാന്റെ സൈഡായിരുന്നാലും ശരി, അവർ രണ്ടുപേരും പറയുന്ന ആവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും വളരെ അധികം വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെ ഇതിലൊരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.